ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ചധികം ടിപ്സുകളാണ്. തലയണ ഉറകൾ കൊണ്ട് കുറച്ചധികം ടിപ്സുകൾ. നമ്മുടെ വീട്ടിൽ ധാരാളം തലയണ കവറുകളുണ്ട്. അപ്പോൾ നമ്മൾ തലയണകൾക്ക് മാത്രമാണ് യൂസ് ചെയ്യാറ്. എന്നാൽ അതുകൊണ്ട് കുറച്ചധികം ഉപയോഗങ്ങളുണ്ട്. അതിൽ നിന്നുള്ള കുറച്ച് യൂസുകളാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് ഈ തലയണ ഉറകൾ കൊണ്ടുള്ള ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യമായിട്ട് ഞാനൊരു തലയണ ഉറ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു കട്ടിംഗ് ബോർഡും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടിംഗ് ബോർഡിന് പകരം നമുക്ക് വേണമെങ്കിൽ കുട്ടികൾ എഴുതി പഠിക്കുന്ന സ്ലേറ്റ് എടുക്കാം. എക്സാം എഴുതുന്ന എക്സാം ബോർഡ് എടുക്കാം. കട്ടിയുള്ള കബോർഡ് എടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പില്ലോ കവറിന് വീതിക്ക് അനുസരിച്ചുള്ള കബോർഡോ കട്ടിംഗ് ബോർഡോ എടുക്കുക. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡ് ഞാൻ ഇതിൻ്റെ പില്ലോ കവറിൻ്റെ മധ്യത്തായിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല മധ്യഭാഗമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പില്ലോ കവറിൻ്റെ ഒരു എൻഡ് എടുക്കുക. എന്നിട്ട് ആ ചുളിവൊക്കെ നന്നായിട്ട് നിവർത്തിയെടുത്തിട്ട് ഹാങ്ങർ നമ്മുടെ പില്ലോ കവറിൽ നിന്നും വീതിയിൽ ചെറുതായതുകൊണ്ട് നമുക്ക് ഈ പില്ലോ കവറിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഹാങ്ങർ ഇതിൻ്റെ അകത്തൂടെ വെച്ചിട്ട് ഒരെൻഡ് ഇതുപോലെ തന്നെ വെളിയിലെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മടക്കി വെച്ചിട്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയോ തുന്നി കൊടുക്കുകയോ അല്ലെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം കേട്ടോ. ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കൂടെ നമുക്ക് എടുത്ത് കഴുകിയൊക്കെ എടുക്കാം. സ്റ്റിച്ച് ചെയ്താൽ അത് ഇത്തിരി പാടായിരിക്കും. ഇങ്ങനെയാവുമ്പോൾ ഒരു കഴുകുക ചെയ്യാം. അതുകൊണ്ടാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഒരു മുട്ട് പിൻ വെച്ച് നന്നായിട്ട് ഒന്ന് സേഫ്റ്റി ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരറ്റം പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മററ്റവും നമുക്ക് ഇതുപോലെ തന്നെ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും ഞാൻ മുട്ട് പിൻ വെച്ച് നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടറ്റവും ഹാങ്കർ വെച്ച് പിൻ ചെയ്തെടുത്തപ്പോൾ നമുക്കിതുപോലെ ഒന്നായി കിട്ടിയേ. കണ്ടില്ലേ? ഇത് നമുക്ക് കബോർഡിനകത്ത് ഒരു സ്റ്റോറേജ് ആയിട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ തലേണ വെച്ച് നമുക്ക് ഒരു സ്റ്റോറേജ് നമ്മൾ കബോർഡിനകത്തൊക്കെ സ്ഥലക്കുറവുണ്ടെങ്കിൽ ഇതുപോലെ തലേണ വെച്ച് നമുക്കൊരു സ്റ്റോറേജ് ഉണ്ടാക്കിയെടുക്കാം. ധാരാളം തുണികൾ നമുക്ക് വെക്കാം. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ തലേണ കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ലൊരു ഓർഗനൈസർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എത്ര തുണി വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് അടുക്കി വെക്കാൻ പറ്റും. പിന്നെ അഴുക്കായ നമുക്കിത് ഊരി കഴുകുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എത്ര തുണി വേണമെങ്കിലും നമുക്ക് അടുക്കി വെക്കാം കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ ഗ്രൈൻഡറും മിക്സിയൊക്കെ കാണില്ലേ. അപ്പോൾ അത് മൂടാതെ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ അഴുക്കൊക്കെ തെറിക്കാറുണ്ട്. അങ്ങനെ അഴുക്ക് തെറിക്കാതിരിക്കാനും അഴുക്കാവാതിരിക്കാനും വേണ്ടിയുള്ളൊരു ടിപ്പാണ്. ഒരു തലയണ കവറെടുത്ത് അതിൻ്റെ മേൽക്കൂടി ഇതുപോലെ ഒന്ന് അകത്തൂടെ ഒന്ന് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ അഴുക്കാകാതെ ഗ്രൈൻഡർ നല്ല വൃത്തിയായിട്ടിരുന്ന് കൊള്ളും. അഥവാ അഴുക്കായാൽ തന്നെ നമ്മുടെ പില്ലോ കവർ മാത്രമേ അഴുക്കാകുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഊരി കഴുകുകയും ചെയ്യാം. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. പാറ്റയോ പല്ലിയോ ഒന്നും ഇറങ്ങത്തുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് വൃത്തിയായിട്ട് നമ്മുടെ ഗ്രൈൻഡർ സൂക്ഷിക്കാം. അഴുക്കാവുമ്പോൾ നമുക്ക് പില്ലോ കവർ ഊരി കഴുകുകയേ വേണ്ടൂ. വീണ്ടും നമുക്ക് വേറെ ഏതെങ്കിലും കവർ ഒരു കഴുകി ഇടുന്ന സമയത്ത് വേറൊരു കവർ നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മുടെ മിക്സിയും ഇതുപോലൊരു പില്ലോ കവർ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇറക്കി വെച്ച് മൂടി നന്നായിട്ട് ഭദ്രമാക്കി വെക്കാം. അഴുക്കൊന്നും ആകില്ല. നമ്മൾ അടുക്കളയിൽ നിന്ന് പെരുമാറുന്ന സമയത്ത് എങ്ങനെയായിരുന്നാലും ഇതിൽ അഴുക്കൊക്കെ തെറിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ചാൽ മിക്സിയും ഗ്രൈൻഡറൊക്കെ നല്ല വൃത്തിയോടുകൂടി ഇരുന്ന് കൊള്ളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു ഐഡിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അടുത്ത തലയണ വെച്ചുള്ള ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ബെഡ്ഷീറ്റൊക്കെ കഴുകി ഉണക്കി മടക്കി വെക്കുമ്പോൾ പില്ലോ കവറുകളൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ മാറി ഇരിക്കാറുണ്ട്. അപ്പം നമുക്ക് കിടന്ന് തിരയേണ്ടി വരും. അങ്ങനെ തിരഞ്ഞ് പാടുപെടാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. ബെഡ്ഷീറ്റും പില്ലോ കവറും കഴുകി ഉണക്കിയതിന് ശേഷം ബെഡ്ഷീറ്റ് മടക്കിയിട്ട് ഒരു പില്ലോ കവർ ബെഡ്ഷീറ്റിനകത്ത് വെക്കുകയും അടുത്ത പില്ലോ കവറിനകത്തേക്ക് ഈ ബെഡ്ഷീറ്റ് ഇറക്കി വെക്കുക. നന്നായിട്ട് ഇറക്കി ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് മടക്കി വെക്കുക. ഇതുപോലെ നമുക്ക് എത്ര ബെഡ്ഷീറ്റ് വേണമെങ്കിലും മടക്കി വെക്കാം. പിന്നെ നമ്മൾ അലമാരയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് അടുക്കി അടുക്കി വെക്കുകയും ചെയ്യാം. നമ്മൾ ഒരു ബെഡ്ഷീറ്റ് എടുക്കുന്ന സമയത്ത് കിടന്ന് തിരയേണ്ട ആവശ്യമില്ല. എല്ലാം സെറ്റോടു കൂടി തന്നെ കിട്ടും. നല്ലൊരു ടിപ്പാണ്. എത്ര ബെഡ്ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ അടുക്കി അടുക്കി വെക്കാം കേട്ടോ. എത്ര നാൾ വരെ വേണമെങ്കിലും നമുക്ക് പൊടിയൊന്നും അടിക്കാതെ സെൽഫിൽ സൂക്ഷിക്കാം. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ തലയണ വെച്ചുള്ള നല്ലൊരു ടിപ്പാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടിപ്പ്, ഇതുപോലൊരു പില്ലോ കവർ വെച്ച് നമ്മൾ എക്സ്പെൻസീവായ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ മടക്കി വെക്കണമെങ്കിൽ ഒരു പില്ലോ കവർ എടുത്തിട്ട് അതിൽ മടക്കി വെച്ചാൽ മതി. നമുക്കിപ്പോൾ സാരിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ബ്ലൗസ് ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം മടക്കി എടുക്കുക. എന്നിട്ടൊരു പില്ലോ കവറിനകത്താക്കി നമ്മൾ സെൽഫിൽ അടുക്കി അടുക്കി സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ബ്ലൗസൊന്നും മാറിപ്പോവുകയില്ല. നമ്മൾ പെട്ടെന്ന് നമുക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്ക് അത് സെറ്റോടു കൂടി എടുത്ത് പെട്ടെന്ന് നമുക്ക് ഡ്രസ്സ് ചെയ്യാവുന്നതാണ്. പൊടിയൊന്നും അടിക്കില്ല. നല്ലൊരു ഐഡിയയാണിത്. എത്ര വേണമെങ്കിലും നമുക്കിതുപോലെ തന്നെ പില്ലോ കവറിനകത്താക്കി അടുക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ഏത് ഡ്രസ്സുകളായിരുന്നാലും മക്കളെ വലിയ എക്സ്പെൻസീവായ ലാച്ച, ചുരിദാറൊക്കെ ആയിരുന്നാലും നമുക്ക് ഇതുപോലെ സെറ്റാക്കി പില്ലോ കവറിനകത്താക്കി വെക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലൊരു തലയണ ഉറ എടുക്കുക. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നിവർത്തിയിട്ട് കൊടുക്കുക. ചുളിവൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് നിവർത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഒരേ വീതിയിലും നീളത്തിലുമുള്ള വേറൊരു തുണി എടുക്കുക. ഞാനിപ്പോൾ ഒരു ഷാളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഉപയോഗമില്ലാത്ത ഷാളാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ബാക്കിയുണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അത് മടക്കിയിട്ട് കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് മടക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ തലയണ ഉറയുടെ അളവിൽ വെച്ചിട്ട് ബാക്കി അങ്ങോട്ട് മടക്കിയിട്ടു. വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അത് മേലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലിലായിട്ട് ഒന്നും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഷാളും കൂടി, കട്ടിയുള്ള ഷാളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് 3-4 തുണികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിരിക്കും. അതേ രീതിയിൽ തന്നെ മടക്കി കറക്റ്റായിട്ടുള്ള വീതിയിലും നീളത്തിലും മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാത്ത ഭാഗത്ത് നിന്ന് ഇതുപോലൊന്ന് ചുരുട്ടി, എല്ലാം കൂടി ചുരുട്ടി കട്ട് ചെയ്ത ഭാഗത്തേക്ക് കൊണ്ടുവരിക. തുറന്നിരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു ഭാഗം എടുത്ത് അകത്തേക്ക് ആക്കുക. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് വെളിയിലാക്കുക. എന്നിട്ട് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന തുണിയോട് കൂടി നിവർക്കുക. അപ്പോൾ നമ്മൾ മടക്കി വെച്ച തുണി അങ്ങ് അകത്തായി കേട്ടോ. ഇത് നമ്മൾ നിവർത്തി അറ്റം വരെ കൊണ്ടുവരിക. ഇപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ സൈഡൊക്കെ ഇട്ട് ചവിട്ടി എടുക്കാനുള്ളൊരു ചവിട്ടിയായി. നല്ല ഒരു ചവിട്ടിയാണ്. നമ്മൾ ഇനി ഇത് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു തലയണ ഉണ്ടെങ്കിൽ, എൻ്റെ പഴയ തുണിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 4 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ തുന്നി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 4 ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഞാൻ കാണിക്കുന്ന രീതിയിൽ അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കഴുകിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു ചവിട്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല. ചവിട്ടികൾ നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ സെറ്റിയിലുള്ള കുഷനൊക്കെ ഒന്ന് അതിൻ്റെ ഉറയൊക്കെ ഒന്ന് ഊരി കഴുകി ഇട്ടാൽ അടുത്ത ഒരു ഉറ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തലയണ ഉറയെടുത്ത് അത് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഒരു തലയണ ഉറ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ കുഷൻ ഇറക്കി വെച്ച് കൊടുക്കുക. ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗം നമ്മൾ ഒരു സൈഡ് കുഷൻ്റെ സൈഡിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ മടക്കി വെച്ച് കൊടുക്കുക. ആ ഭാഗം നല്ല രീതിയിൽ ഒന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വെളിയിലുള്ള ആ മറുഭാഗത്തിൻ്റെ പില്ലോ കവറിൻ്റെ ഭാഗം ഒന്ന് നന്നായിട്ട് മടക്കി വെച്ച് കൊടുത്താൽ ഇളകി പോവുകയില്ല, നന്നായിട്ടിരിക്കും. നല്ലൊരു കുഷൻ കവറായിട്ട് നമുക്ക് തലയണ ഉറ യൂസ് ചെയ്യാം. എത്ര കുഷൻ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തലയണ ഉറ വെച്ച് തയ്യാറാക്കിയെടുക്കാം. തലയണ ഉറ ആണെന്ന് പറയുകയില്ല. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അടുത്ത ടിപ്പ്, നമ്മൾ വെളിയിൽ നിന്നൊരു തലയണയൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് വെള്ള കളറൊക്കെ ആയിരിക്കും. അപ്പോൾ അത് മറച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു തുണി ഇട്ട് അതൊന്ന് തച്ചെടുക്കാറുണ്ട്. 4 ഭാഗവും നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അത് തുറന്ന് പിന്നെ കഴുകാനൊക്കെ ഭയങ്കര പാടായിരിക്കും. നമ്മൾ തലയൊക്കെ വെച്ച് കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ എണ്ണ വിഴുക്കും വടുവൊക്കെ പിടിച്ച് നാശമാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ വാങ്ങിച്ച ഉടൻ തന്നെ ഒരു കവർ ഇട്ട് കൊടുക്കുക. ഒരു പില്ലോ കവർ ആദ്യം ഇട്ട് കൊടുക്കുക. ഒരു പില്ലോ കവർ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പില്ലോ കവറും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മീതെയുള്ള പില്ലോ കവർ അഴുക്കാവുമ്പോൾ നമുക്കത് ഊരി കഴുകാവുന്നതാണ്. പിന്നെ അഴുക്കാവുമ്പോൾ രണ്ടും കൂടി ഊരി കഴുകാം. അപ്പോൾ തലയണയും തലയണ ഉറയും നല്ല വൃത്തിയായിട്ട് കിടക്കും. ഒരു അഴുക്കോ എണ്ണ വിഴുക്കോ ഒന്നും ആകത്തില്ല, നല്ല വൃത്തിയായിട്ട് കിടക്കും. ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവരായിട്ട് കാണുന്നവർക്ക് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യുക. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, 2 തലയണ ഉറ. മീതെയുള്ള കവർ അഴുക്കാവുമ്പോൾ നമുക്കത് ഊരി കഴുകാം. പിന്നീട് വേണമെങ്കിൽ 2 എണ്ണവും ഊരി കഴുകാം. അപ്പോൾ ഈ തലയണ നമുക്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തലയണ ഉറ വെച്ചുള്ള അടുത്ത യൂസ്ഫുൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള കസേരയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കുഷനാക്കി എടുക്കണമെങ്കിൽ നമുക്കൊരു തലയണയും തലയണ ഉറയും മതി. അത് ഈ ചാര് നമുക്കൊരു തലയണ ഉറ വെച്ച് അങ്ങ് ഇറക്കി കൊടുക്കാം. അതിൻ്റെ അകത്തൂടെ ഇറക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മടക്കി വെച്ച് കൊടുക്കുക. ഇനി ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് കുഷനാക്കി എടുക്കാൻ ഒരു കട്ടി കുറഞ്ഞ ഒരു തലയണ എടുത്തിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഉറ എടുത്ത് ഈ തലയണ ആ ഉറയ്ക്കകത്തേക്ക് ആക്കുക. എന്നിട്ട് ഇതുപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇളകി പോകില്ല. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് സീറ്റായിട്ട് വെച്ച് കൊടുക്കാം. നല്ലൊരു ഐഡിയ ആണിത്. നല്ല സുഖമായിട്ടിരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത തലയണ ഉറ വെച്ചുള്ള ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലൊരു തലയണ ഉറ എടുക്കുക. നന്നായിട്ട് നിവർത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തുറന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ ഇത് വെച്ച് ഇതുപോലൊന്ന് മടക്കി എടുക്കുക. 2 അറ്റവും 2 കോർണറും ഇതുപോലൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. കൈത്തുന്നൽ വെച്ച് തുന്നുന്നെങ്കിൽ അങ്ങനെ തുന്നാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഏത് വേണമെങ്കിലും ചെയ്യാം.
ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലും ചെയ്തെടുക്കാം, പ്ലാസ്റ്റിക് ഷീറ്റിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് ഭാഗവും സേഫ്റ്റി പിൻ വെച്ചൊന്ന് പിൻ ചെയ്യുക. എന്നിട്ടൊരു നാട എടുക്കുക. ഇതൊരു ചുരിദാറിൻ്റെ നാടയാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഇതിൻ്റെ എൻഡ് ഒരു വശത്തെ എൻഡ് ഇതിനകത്തുകൂടെ കയറ്റി എടുക്കുക. നാടയുടെ മറു കോർണറിൽ കൂടെയും എടുക്കുക. എന്നിട്ട് രണ്ട് ഭാഗവും സമമായിട്ട് പിടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ഭാഗത്തും കൂടി ഒന്ന് പിൻവെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. തുന്നുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. രണ്ട് ഭാഗത്തും നമുക്ക് സേഫ്റ്റി പിൻ വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന നല്ലൊരു ഏപ്രനായി. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ഇതൊന്ന് കഴുത്തിൽ കൂടി ഇതിട്ട് കൊടുത്ത് നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സൊന്നും ചീത്തയാകത്തില്ല. ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു ഏപ്രനാണ്. നമ്മൾ ഏപ്രൻ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു തലയണ ഉറ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഈ തലയണ ഉറയുടെ മധ്യഭാഗത്ത് രണ്ട് വശത്തും രണ്ട് നാടയും കൂടി കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉടലിൻ്റെ ഭാഗത്ത് ഇട്ട് കെട്ടാം. അതും കുറച്ചും കൂടി സെക്യൂറായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.